മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് 10 ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തി. അതാണ് പറയാൻ പോകുന്നത്. മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു, ബി അശ്രി കലിമാത്ത്, 10 കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, നീ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. അങ്ങനെ പറഞ്ഞാൽ നീ അള്ളാഹുവിനോടുകൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് നീ വിശ്വസിക്കരുത്, നീ അങ്ങനെ പങ്കു ചേർക്കരുത് എന്ന്. അള്ളാഹു മാത്രമേ ആരാധ്യനക്കർഹൻ ഉള്ളൂ, ഒരുവനാണവൻ എന്ന് തന്നെ വിശ്വസിക്കണം. അതാണ്. അപ്പോൾ അള്ളാഹുവിനോട് കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന വിശ്വാസം നീ വിശ്വസിക്കരുത്. അത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അങ്ങനെ നീ ചെയ്യരുത്. എന്തുകൊണ്ട്? വ ഇൻ ഖുതിൽത, നിന്നെ കൊല്ലപ്പെട്ടാലും, വഹുരിഖ്ത, നിന്നെ കരിക്കപ്പെട്ടാലും, നിന്നെ കരിക്കപ്പെട്ടു എന്ന് കരുതുക, എന്നാലും നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. നിന്നെ കൊന്നുകളയും, എന്നാലും നീ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയരുത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത് എന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായിട്ട് ഉപദേശിക്കാൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് വിശ്വാസം തന്നെയാണല്ലോ. അപ്പോൾ ഒന്നാമതായിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞെന്താണ്? വിശ്വാസം, അതിന് ഒന്നാം സ്ഥാനം നൽകണം എന്ന്. അപ്പോൾ പിന്നെ രണ്ടാമത് പറഞ്ഞു, വലാ തഉഖന്ന വാലിദൈക, നിന്റെ മാതാപിതാക്കൾക്ക് നീ എതിര് ചെയ്യരുത്. മുആദേ, നിന്റെ മാതാപിതാക്കൾക്ക് നീ എതിര് ചെയ്യരുത്. വ ഇൻ അമറാക്ക അൻ തഖ്റുജ മിൻ അഹ്ലിക വ മാലിക, മാതാപിതാക്കൾ നിന്നോട് കൽപ്പിച്ചു നിന്റെ ഭാര്യയെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നിന്റെ സമ്പത്തിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു, എന്നാൽ പോലും നീ നിന്റെ മാതാപിതാക്കൾക്ക് എതിര് ചെയ്യരുത് എന്ന്. അപ്പോൾ നിന്റെ മാതാപിതാക്കൾക്ക് നീ എതിര് ചെയ്യാൻ പാടില്ല. അവർ നല്ലത് കൽപ്പിച്ചാൽ അത് നമ്മൾ ചെയ്യണം, തിന്മ കൽപ്പിച്ചാൽ ചെയ്യരുത്. അങ്ങനെയാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വന്നു. എങ്ങനെ? മാതാപിതാക്കൾ പറഞ്ഞു നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കണം, നിന്റെ സമ്പത്ത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു എന്ന് കൂട്ടുക, എന്നാൽ പോലും നീ മാതാപിതാക്കൾക്ക് എതിര് ചെയ്യരുത് എന്ന്. ഇത് പറയുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുന്നത് എന്താണ്? മാതാപിതാക്കൾക്ക് എതിര് ചെയ്യരുത്, മാതാപിതാക്കളെ ചേർത്ത് നിർത്തണം. എന്ത് നമ്മൾ ഒഴിവാക്കേണ്ടി വന്നാലും മാതാപിതാക്കൾ ഒഴിവാക്കരുത്. അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മുആദ് റളിയല്ലാഹു അൻഹുവിന് മാതാപിതാക്കളുടെ പ്രാധാന്യം, അവരെ ചേർത്ത് പിടിക്കേണ്ട പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് ഉപദേശിക്കുകയാണ്, വലാ തത്റുകന്ന സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദ. ഓ മുആദേ, നീ കരുതിക്കൂട്ടി ഒരു നിസ്കാരവും ഉപേക്ഷിക്കരുതേ. കരുതിക്കൂട്ടി, മറന്നുകൊണ്ടല്ല, കരുതിക്കൂട്ടി ഒരു നിസ്കാരവും നീ ഉപേക്ഷിക്കരുതേ. കാരണം ഫഇന്ന മൻ തറക സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദ, ഒരാൾ കരുതിക്കൂട്ടി നിസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് ബരിഅത്ത് മിൻഹു ദിമ്മത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ ഒഴിവായി പോകും. അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തു പോകും അവൻ. അപ്പം അതുകൊണ്ട്
കരുതിക്കൂട്ടിയൊരു നിസ്കാരം എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത് എന്ന്. അപ്പോൾ മറന്നു പോകുന്നുണ്ടാകുമല്ലോ, മറവിക്ക് കുറ്റല്ല എന്നാണല്ലോ. പക്ഷേ ഇത് കരുതിക്കൂട്ടി എന്ത് ചെയ്യരുത്, നിസ്കാരം ഒന്നും ഉപേക്ഷിക്കരുത് എന്ന്, വലിയ തെറ്റാണ് എന്ന്. ഇനി നാലാമതായിട്ട് പറഞ്ഞു. അപ്പോൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ ഉപദേശവും ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ പ്രാധാന്യം ഓരോന്നിനും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞ എന്താ, വിശ്വാസം, പിന്നെ പറഞ്ഞു മാതാപിതാക്കൾ, മൂന്നാമതായിട്ട് പറഞ്ഞു നിസ്കാരം. കണ്ടോ, ഇതൊക്കെ പ്രധാനപ്പെട്ടതല്ലേ? അതാണ് മുത്തുനബി ചെയ്യുന്നത്, നല്ല ഉപദേശമാണ് കൊടുക്കുന്നത്. നാലാമതായിട്ട് പറഞ്ഞു വലാ തശ്റബന്ന ഖംറൻ, നീ കള്ള് കുടിക്കരുത്. കാരണം ഫഇന്നഹു റഅ്സു കുല്ലി ഫാഹിഷ, എല്ലാ തെറ്റിൻ്റെയും എല്ലാ മോശത്തിലേക്കും നയിക്കുന്നതാണ് കള്ള് കുടിക്കുക എന്നുള്ളത്. തെറ്റിലേക്ക് നയിക്കുന്നതാണെന്ത്, കള്ള് കുടിക്കുക എന്നുള്ളത്. ഒരു കള്ള് കുടിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യും, അവന് കളവ് നടത്തും, അവന് വ്യഭിചരിക്കും, അവൻ ഒരാളെ കൊല്ലാൻ മടിക്കുകയില്ല. ഇങ്ങനെ പല തെറ്റിലേക്കും അവൻ പോവും. അപ്പം അതുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് വലാ തശ്റബന്ന ഖംറൻ, ഒരിക്കലും നീ കള്ള് കുടിക്കരുത് മുആദേ, ഫഇന്നഹു റഅ്സു കുല്ലി ഫാഹിഷ, അതെല്ലാ തിന്മയുടെയും അടിസ്ഥാനമാണ്, തെറ്റിലേക്ക് പോവാൻ അത് കാരണമാണ്. കള്ള് കുടിച്ചാൽ പിന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്യേണ്ടി വരും എന്ന്. അഞ്ചാമതായിട്ട് പറഞ്ഞു വ ഇയ്യാക വൽ മഅസിയത, അള്ളാഹുവിന് നീ എതിര് ചെയ്യരുത്. ഫഇന്ന ബിൽ മഅസിയത്തി ഹല്ല സഖത്തുല്ലാഹ്, അള്ളാഹ്ക്ക് നീ എതിര് ചെയ്താൽ അള്ളാഹു അത് കാരണം കോപിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാകും, നിനക്ക് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും, ദേഷ്യം ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിനെ എതിര് ചെയ്യരുത്, അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുക. അള്ളാഹുവിനെതിര് ചെയ്താലോ അള്ളാഹുവിൻ്റെ കോപം ലഭിക്കും. അപ്പോൾ അത് ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ കോപം ഒരാൾക്കും ഏൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഉപദേശിക്കുകയാണ്. ഇനി ആറാമതായിട്ട് പറഞ്ഞു വ ഇയ്യാക വൽ ഫിറാറ മിനസ്സഹ്ഫി വ ഇൻ ഹലക്കന്നാസ്, ജനങ്ങളൊക്കെ നശിച്ചു, അഥവാ ജനങ്ങളൊക്കെ ഇങ്ങനെ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുകയാണ്, എന്നാൽ നീ പിന്തിരിഞ്ഞോടരുത്. എല്ലാവരും മരിക്കുന്നുണ്ട്, കുറേ ആളുകൾ പേടിച്ചോടുന്നുണ്ട്, പക്ഷേ നീ എന്ത് ചെയ്യരുത്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത് എന്ന്. കാരണം പിടിച്ചു നിൽക്കേണ്ടതുണ്ട്, ഒരിക്കലും പിന്തിരിഞ്ഞോടുകയല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഏഴാമതായിട്ട് പറഞ്ഞു വ ഇദാ അസ്വാബന്നാസ മൗത്തുൻ, ജനങ്ങൾ പകർച്ചവ്യാധി ബാധിച്ച് മരിക്കാൻ തുടങ്ങി, വ അന്ത മിൻഹും, നീ അവിടെ ഉണ്ട്, ആ നാട്ടിലുണ്ട്, പകർച്ചവ്യാധി ബാധിച്ചു, അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ മരിക്കാൻ. അപ്പോൾ മുആദേ, നീ ആ നാട്ടിലുണ്ടെങ്കിൽ ഫസ്ബുത്ത്, നീ അവിടെ നിൽക്കണം കേട്ടോ, അവിടുന്ന് പോകരുത്. എല്ലാവരും മരിക്കുകയാണ് പകർച്ചവ്യാധി ബാധിച്ചിട്ട്, അപ്പോൾ നീ അവിടുന്ന് പോയി കളയരുത്, അവിടെ തന്നെ നിൽക്കണം. അതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്? കാരണം മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിലോ, ആ രോഗാണുക്കളുമായിട്ട് മറ്റുള്ള നാട്ടിലേക്ക് പോയാൽ അവിടെ എന്ത് ചെയ്യും, ഈ രോഗം ഉണ്ടാവും. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഒരു രോഗം ബാധിച്ച് പകർച്ചവ്യാധി ബാധിച്ച് ജനങ്ങളൊക്കെ മരിക്കുകയാണെങ്കിൽ ആ നാട്ടിൽ നീ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെ നിൽക്കണം, പോയി കളയരുത് എന്ന്. മറ്റുള്ള നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, രോഗം ബാധിക്കും. അപ്പോൾ രോഗം പടരാൻ അത് കാരണമാണ്, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കണം.
അള്ളാഹുവിൻ്റെ ഖദാ അല്ലേ സംഭവിക്കൂ. അതാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. 8ാമതായിട്ട് പറഞ്ഞു വ അൻഫിഖ് അലാ അയാലിക മിൻ തൗലിക, നിൻ്റെ വീട്ടുകാർക്ക് നിൻ്റെ കഴിവനുസരിച്ച് നീ ചെലവ് ചെയ്യണം എന്ന്. ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെയുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നീ ചെലവ് ചെയ്യണം. എങ്ങനെ? നിൻ്റെ കഴിവനുസരിച്ച് ചെയ്താൽ മതി. ഓരോരുത്തർക്കും ഓരോരുത്തരെ സാമ്പത്തിക ശേഷി ഉണ്ടാവുമല്ലോ. ജോലിക്കനുസരിച്ച് പൈസക്കനുസരിച്ച് ആണല്ലോ ചെയ്യാൻ കഴിയുക. അപ്പോൾ നിൻ്റെ കഴിവനുസരിച്ച് നീ എന്ത് ചെയ്യണം? കുടുംബത്തിന് ചിലവഴിക്കണം. അത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ. കുടുംബത്തിന് ചിലവഴിക്കാതിരുന്നാൽ കുടുംബം ബുദ്ധിമുട്ടാകും, പ്രയാസപ്പെടും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് അവർക്ക് കുടുംബത്തിന് ചിലവഴിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല ഉപദേശങ്ങൾ. 9ാമത്തെ ആയിട്ട് പറഞ്ഞു വലാ തർഫ അൻഹും അസാക അദബ, നീ അദബ് പഠിപ്പിക്കാൻ വേണ്ടി നിൻ്റെ കുടുംബത്തിന് മേൽ നീ അവരെ അടിക്കരുത്. അദബ് പഠിപ്പിക്കാൻ വേണ്ടി നീ അവരെ അടിക്കരുത്. അഥവാ ശരീരത്തിൽ മുറിവേൽക്കുന്ന രൂപത്തിലുള്ള അടിക്കരുത്. അദബ് പഠിപ്പിക്കാൻ വേണ്ടി. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരെ നല്ല രൂപത്തിൽ ഉപദേശിച്ച് അദബ് പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുന്നത്. അപ്പോൾ നല്ല രൂപത്തിൽ അവരെ ഉപദേശിച്ച് കുടുംബത്തിനെ അദബ് പഠിപ്പിക്കണം എന്ന്. അപ്പോൾ നമ്മൾ മാത്രം നന്നായാൽ പോരല്ലോ, നമ്മുടെ കുടുംബവും നന്നാവണമല്ലോ. അപ്പോൾ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ എന്ത് ചെയ്യണം? നന്നാവണം. അപ്പോൾ അവരെ നല്ല രൂപത്തിൽ ഉപദേശിച്ച് അവരെ നല്ലത് പഠിപ്പിക്കണം എന്ന്. 10ാമതായിട്ട് പറഞ്ഞു വ അഖിഫ്ഹും ഫില്ലാ, അള്ളാഹുവിനെ പറ്റി അവരെ ഭയപ്പെടുത്തി കൊടുക്കണം എന്ന്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി പറഞ്ഞു കൊടുക്കണം, നരകത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന സ്വർഗത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കണം, അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അറിയുന്നവനാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ 10 ഉപദേശങ്ങളാണ് മുആദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ രൂപത്തിലും എല്ലാ ഉപദേശങ്ങളും ഇതിലുണ്ട്. കുടുംബത്തിൻ്റെ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പൊതുവായ കാര്യങ്ങളുണ്ട്, അതുപോലെ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടതും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടതും, അതുപോലെ ചീത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടും, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട നല്ലൊരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന് നൽകിയിട്ടുള്ളത്. മുആദ് റളിയല്ലാഹു അൻഹുവിനാണ് ഉപദേശം കൊടുത്തതെങ്കിലും അതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദേശങ്ങളൊക്കെ ശ്രദ്ധിക്കാനും പാലിക്കാനും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.